അതെ, എനിക്ക് മടുത്തു നിങ്ങളുടെ കൂടെയുള്ളൊരു ജീവിതം. ഏത് സമയം അസുഖക്കിടക്കയിൽ കിടന്നുകൊണ്ട് നിങ്ങളെ പരിചരിച്ച് എനിക്ക് മടുത്തു. ഞാൻ പോവുകയാണ്. ആ, അങ്ങനെ പറയല്ലേ ജമീല. നീ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് എൻ്റെ സ്ഥിതിഗതികൾ പിന്നെ എന്താ ഞാൻ ചെയ്യാ? ഒരു ഭർത്താവാണ് പോലും എത്ര ദിവസമായി അസുഖമായി ഇങ്ങനെ കിടക്കുന്നു. എനിക്ക് ആവില്ല നിങ്ങൾ ഇനി നോക്കാൻ. നിങ്ങൾ കിടന്നെടുത്ത് കിടന്ന് എല്ലാ കാര്യങ്ങളും നടത്തുക, ഭക്ഷണം കഴിക്കുക, ഇതൊന്നും എന്നെക്കൊണ്ട് നോക്കാനും ഒന്നും എടുക്കാനൊന്നും പറ്റൂല. എനിക്ക് മടുത്തു പോയി നിങ്ങളുടെ കൂടെയുള്ള ജീവിതം. ഒരുപാട് സ്വത്തും സമ്പത്തൊക്കെ ഉണ്ടായിട്ടിപ്പോൾ എന്താ? നിങ്ങളെ നോക്കാൻ എന്നെ കൊണ്ടാവില്ല. അങ്ങനെ പറയല്ല ജമീല. ഞാൻ കുറച്ചുകൂടി, ഡോക്ടർ പറഞ്ഞില്ലേ കുറച്ച് ദിവസം കൊണ്ടും കഴിയാൻ മാറുന്നു. എനിക്ക് എണീക്കാൻ കഴിയാത്തതുകൊണ്ടല്ലേ. എണീക്കാൻ കഴിയണില്ലെങ്കിലേ അത് സ്വയം അങ്ങ് ചെയ്ത് തീർത്തേക്ക്. അല്ലാതെ എന്നെ കൊണ്ടാവില്ല നിങ്ങളുടെ ഈ ഒരു പരിചരണത്തിന്. എന്നെ കൊണ്ടാവില്ല. വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. എനിക്ക് കഴിയില്ല നിങ്ങളുടെ കൂടെ ഇങ്ങനെ, ഈ അസുഖക്കാരൻ്റെ കൂടെ ഇങ്ങനെ ജീവിക്കുക. അതും ഒരു ബാല്യക്കാരത്തിയായ ഞാൻ, ഇത്രക്കും സൗന്ദര്യവും ചുറുചുറുക്കുമുള്ള ഞാൻ ഈ ഒരു സുഖമില്ലാത്ത ഭർത്താവിൻ്റെ കൂടെ ഇങ്ങനെ ജീവിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? എനിക്കാവില്ല. നിങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് എന്ത് കിട്ടാനാ? അതെ, കൂടുതൽ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കരുത് ജമീല. ഈ പോലല്ലേ ജമീല, ഇജ് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരായി? വീട്ടിൽ ആരുമില്ലല്ലോ, നമുക്ക് മക്കൾ പോലും ഇല്ലല്ലോ. മക്കളുണ്ടാകാത്തതേ നിങ്ങളെ കുഴപ്പം കൊണ്ടാ, അല്ലാതെ എൻ്റെ കുഴപ്പം കൊണ്ടല്ല. എന്നിട്ടിപ്പോൾ നിങ്ങളെ നോക്കി ഞാനിവിടെ പരിചാരകയെ പോലെ നിൽക്കുക. അതെ, വേറെ വേലക്കാരത്തിനെ വെക്കായിരിക്കും നല്ലത്. എന്നെക്കൊണ്ട് കഴിയില്ല. ഇനിയും നിങ്ങളെങ്ങനെ തീറ്റിക്കാനും താങ്ങി പിടിക്കാനും ഒന്നും എന്നെക്കൊണ്ട് കഴിയാത്തത് കൊണ്ടാണ് ഞാൻ പോവുകയാണ് എൻ്റെ പാട്ടിന്. എൻ്റെ യുവത്വം മുഴുവൻ എങ്ങനെ അങ്ങ് അവസാനിക്കും നിങ്ങളെ നോക്കി നോക്കി. ജമീല, നീ പോവുകയാണ്? അതെ, ഞാൻ പോവുകയാണ്. എന്താന്നില്ലേ, മനുഷ്യനും അടുത്തിക്കണ്. ഒരു ദിവസം ഇങ്ങനെ സ്വസ്ഥമായി നിൽക്കുക എന്ന് വെച്ചാൽ നടക്കില്ല. അപ്പോഴേക്കും ജമീല ജമീല എന്ന് വിളിച്ചിട്ട് ഒരു സുഖവും സമാധാനം തരില്ലല്ലോ നിങ്ങൾ. അല്ലെങ്കിൽ ഒന്നുകിലും മരിച്ചു പോകണം, അല്ലെങ്കിൽ എഴുന്നേറ്റ് നടക്കണം. ഇത് രണ്ടിൻ്റെ ഇടയിലായി മനുഷ്യന്മാരെ ഇടങ്ങാറാക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ ജന്മങ്ങൾ ഉണ്ടാകും. എന്നാൽ അയാൾ അതാ കണ്ണീരൊഴുക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഇരു കവിളുകളും നനഞ്ഞു. കണ്ണുനീർ ഒലിച്ചിറങ്ങി. ഇല്ല, തൻ്റെ ഭാര്യ തന്നെ ഉപേക്ഷിച്ച് പോകുകയാണ്. ഇനി ഞാൻ എന്ത് ചെയ്യും പടച്ചോനെ? എനിക്ക് ആരുമില്ലല്ലോ. എന്നാൽ അതിനിടയിൽ അവൾ അവളുടെ ബാഗും സാധനങ്ങളും എല്ലാം എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞു. സഹീറിനെ വല്ലാതെ ദാഹിക്കുന്നു. തൻ്റെ ഭാര്യ ജമീല ഇട്ടിട്ട് പോയി. എങ്കിലും അവൾ പോയിട്ടുണ്ടോ ഇല്ലേ എന്നറിയുവാൻ വേണ്ടിയിട്ട് ദാഹിച്ച് വലഞ്ഞിട്ട് വിളിക്കുകയാണ്. ജമീല ജമീല, തുള്ളി വെള്ളം താടി, എൻ്റെ തൊണ്ട വരളുന്നു ജമീല. പക്ഷേ ആരും അത് കേട്ടില്ല. ആരും അതിന് മറുപടി നൽകിയതുമില്ല. ഇല്ല, എന്നേക്കുമായി തൻ്റെ ഭാര്യ തന്നെ ഉപേക്ഷിച്ച് പോയിരിക്കുന്നു. സഹീറിന് കാര്യം മനസ്സിലായി. അതെ, കഴിവുള്ള കാലത്ത് ഞാൻ അവൾക്ക് എല്ലാമായിരുന്നു. അവൾക്ക് വേണ്ടതെല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുത്തിരുന്നു. അവളുടെ ഇഷ്ടത്തിനെല്ലാം നടന്നിരുന്നു. പക്ഷേ താൻ അസുഖം വന്ന് കിടപ്പിലായ ഈ ഒരു സമയം, അപ്പോഴേക്കും അവൾക്ക് എന്നെ നോക്കാൻ കഴിയാതെ അവൾ രക്ഷപ്പെട്ടു. അവൾക്കൊരിക്കലും എൻ്റെ കൂടെ നിൽക്കുന്നത് താല്പര്യമില്ല, ഇഷ്ടമില്ല. ജമീല പോയി മറഞ്ഞു. അയാൾ നിസ്സഹായനായി ആ കട്ടിലിൽ തന്നെ കിടന്നു. ദാഹിക്കുന്നു, വല്ലാതെ വിശക്കുന്നു. എന്തൊക്കെയോ അനുഭവപ്പെടുന്നു. എന്ത് ചെയ്യാൻ? വല്ലാത്തൊരവസ്ഥ. അദ്ദേഹത്തിന് സ്വയം പ്രാഥമിക കാര്യങ്ങൾ വരെ നിർവഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അവൾ അവസാനമായി ഉടുപ്പിച്ചു തന്ന ആ ഒരു പാമ്പേഴ്സ്, അതിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഴുവൻ ബാക്കി കാര്യങ്ങളും. കാരണം അത്യധികം നീചമായ അവസ്ഥ, അത്യധികം. പക്ഷേ ഒന്ന് എഴുന്നേൽക്കുവാനോ ഒന്ന് പിടിക്കുവാനോ ആരുമില്ലാത്ത അവസ്ഥ. സഹീർ വിതുമ്പി കരഞ്ഞു. വിശക്കുന്നു, ദാഹിക്കുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ? അയാൾ പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചു, പടച്ചോനെ എന്നെ സഹായിക്കാൻ ഒരാളെ നീ ഇറക്കിത്തരണേ. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ നില വളരെയധികം മോശമായി തുടങ്ങി എന്ന് തന്നെ പറയാം. മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അയാൾ ആ ദിവസങ്ങൾ, ആ മണിക്കൂറുകൾ അതെല്ലാം തള്ളി നീക്കുന്നു. എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം അതാ ആ വീടിൻ്റെ വാതിൽ ഒരു മുട്ട് കേൾക്കുന്നു. ജമീലത്ത, സഹീർക്ക, ജമീലത്ത. ഓ, ഇതെന്താ? ആരും വാതിൽ തുറക്കുന്നില്ലല്ലോ.
എന്നാൽ സഹീർ അതെല്ലാം കേട്ടു. പക്ഷെ അവൻ്റെ നാവ് അനങ്ങുന്നുണ്ടായിരുന്നില്ല. അവൻ ഒരു നിമിഷം കണ്ണുകൾ തുറന്നു. പക്ഷേ വാതിൽ അടച്ചിട്ടുണ്ടോ എന്തോ ഒന്നും അറിയുന്നില്ല. എന്നാൽ പെട്ടെന്നതാ വാതിൽ തള്ളി തുറന്നുകൊണ്ട് ആ വ്യക്തി അകത്തേക്ക് പ്രവേശിക്കുന്നു. സഹീർക്ക, ജമീലത്ത് എവിടെ? വാതിൽ അടച്ചിട്ടില്ലായിരുന്നു, ഞാൻ കുറ്റിയിട്ടിട്ടെന്ന് വിചാരിച്ചിട്ടേ. എന്താ സഹീർക്ക, നിങ്ങൾക്ക് എന്ത് പറ്റി? ജമീലത്ത് എവിടെ? അവൾ പോയി. ഇക്ക, നിങ്ങൾക്ക് എന്താ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ലേ? വളരെയധികം അവശയായ നിലയിലായിരുന്നു സഹീർ. സഹീർക്ക, എന്തു പറ്റി? വെള്ളം വേണോ? അവൾ അപ്പോൾ തന്നെ വെള്ളം അതാ എടുത്തുകൊണ്ട് നേരെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. സഹീർക്ക, ഇത് വെള്ളം കുടിച്ചോളി. ചുണ്ടും നാവൊക്കെ വല്ലാണ്ട് തുടങ്ങിയിട്ടുണ്ടല്ലോ. അതല്ല, ജമീലത്ത എപ്പോഴാണ് പോയത്? ഇന്നാണോ പോയത്? അദ്ദേഹം അല്ലെന്ന് തലയാട്ടി. എന്നാൽ അവൾക്കതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. ജമീലത്ത അന്ന് പറഞ്ഞിരുന്നു, എൻ്റെ ഭർത്താവിനെ നോക്കി ഞാൻ മടുത്തു. ഇത്രയൊന്നും കഴിയൂല. ഒരു പെണ്ണല്ല ഞാനൊന്നുമില്ലെങ്കിൽ ഇത്രമാത്രം ഒരു ഭർത്താവിന്, അതൊരു യുവാവായ ആൾ ഈ കിടപ്പ് കിടക്കുക. ഞാൻ എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം മാറ്റിവെച്ച് ഇയാളെ ശുശ്രൂഷിക്കുക. എന്താ അപ്പം എനിക്കും വേണ്ട ഒരു ജീവിതം? ഞാനതൊന്നും നടക്കൂല, ഇതൊന്നും നടക്കണ കാര്യമല്ല. അവർ പറഞ്ഞ ആ ഒരു വാക്ക് അവളുടെ മനസ്സിലേക്ക് വന്നു. അത് ജമീലത്ത പോയിട്ടുണ്ടാവും. ഇക്ക, നിങ്ങൾ ഇതാ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ആ ഫ്രൂട്ട്സ് എടുത്ത് നോക്കിയപ്പോൾ അതാകെ ചെഴിഞ്ഞിരിക്കുന്നു. കാരണം അതൊക്കെ അവിടെയുണ്ട്, പക്ഷെ എടുത്തു കൊടുക്കുവാനോ എടുത്ത് കഴിക്കുവാനോ അദ്ദേഹത്തിന് കഴിയുന്നില്ല. പെട്ടെന്ന് ഫ്രിഡ്ജിലേക്ക് അവൾ പോയപ്പോൾ കുറച്ചധികം ഫ്രൂട്ട്സ് എടുത്ത് വേഗം മുറിച്ച് അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ട് പറഞ്ഞു, സഹീർക്ക, ഇത് കഴിക്കുക, ഞാൻ പെട്ടെന്ന് കഞ്ഞി വെക്കാം. നിങ്ങളുടെ നില വളരെയധികം, ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോട്ടെ? ഞാൻ ആരെയും വിളിക്കട്ടെ? വണ്ടിക്കാരെ എങ്ങാനും? അല്ലാതെ ഈ ഒരു അവസ്ഥയിൽ വേണ്ട, ഞാൻ മരിക്കണേ, മരിച്ചു പോട്ടെ. ആർക്കും വേണ്ടാത്ത എന്നെ എന്തിനേ ദുനിയാവിൽ ഞാൻ നിൽക്കുന്നത്? അവൾ ശരിക്കും ഞെട്ടിപ്പോയി. സഹീർക്ക, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അയൽവാസികളായിട്ടും ഒക്കെ ഉള്ളവരുണ്ട്. ഒരിക്കലും നിങ്ങൾ ഒറ്റക്കല്ല. ആരാ പറഞ്ഞ് നിങ്ങൾ ഒറ്റക്കെന്ന്? അപ്പോഴേക്കും അവൾ പെട്ടെന്ന് തന്നെ അരി അടുപ്പത്തിട്ട് കഞ്ഞി വേവിച്ച് കൊണ്ടുവന്നു. സഹീർക്ക, ഇത് കുടിക്കി. പിന്നെ ആരാരുമില്ലാത്തവർക്ക് താങ്ങായിട്ട് ആരെങ്കിലും ഉണ്ടാവും. എനിക്ക് ഭാഗ്യത്തിലാണ് ഇങ്ങോട്ട് കിടക്കാൻ തോന്നിയത്. ഞാൻ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതായിരുന്നു. പക്ഷേ ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ എനിക്ക്, സഹീർക്ക, ഞാൻ ഇത്തായോട് കുറച്ച് പൈസ കടം വാങ്ങിയിരുന്നു. ആ ഒരു പൈസ തിരിച്ചു തരാൻ കൂടിയാണ് ഞാൻ വന്നത്. ഇത് പിടിക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൈകളിൽ അത് ഏൽപ്പിക്കുമ്പോൾ അയാൾ അത് വേണ്ടെന്ന് വെക്കുന്നു. വേണ്ട, അതൊന്നും വേണ്ട, പൈസ എത്ര വേണമെങ്കിലും ഉണ്ടാവും, പക്ഷേ ആളാണ് നമുക്ക് വേണ്ടത്, അദ്ദേഹം വിതുമ്പുന്ന മനസ്സോടെ പറഞ്ഞു. എന്നാൽ അവളതാ അദ്ദേഹത്തിന് അപ്പോൾ തന്നെ പെട്ടെന്ന് ഒന്ന് ഫ്രഷ് ചെയ്യുവാൻ വേണ്ടി റെഡിയാകുന്നു. അതെ സഹീർക്ക, കഞ്ഞി കുടിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് ഫ്രഷ് ആവാം കേട്ടോ. അതെ, ദിവസങ്ങളായിട്ടുണ്ട് ആ ഷർട്ട് ഇട്ടിട്ട്, ആ ഡ്രസ്സ് ധരിച്ചിട്ട്. ശരിക്കും വല്ലാത്ത അസഹനീയമായ ഒരു ഗന്ധമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ അവൾ തൻ്റെ സ്വന്തം ആങ്ങളെപ്പോലെ കരുതിയിട്ട് അദ്ദേഹത്തെ നല്ല രീതിയിലൊന്ന് കുളിപ്പിച്ച് റെഡിയാക്കുകയാണ്. തലയെല്ലാം ആകപ്പാടെ ജട പിടിച്ച രീതിയിൽ ശരിക്കും തലയിലെല്ലാം എണ്ണയെല്ലാം തേച്ചു കൊടുത്ത് അദ്ദേഹത്തിന് ആ ഒരു കിടന്ന കിടപ്പിൽ തന്നെ അവൾ ഇളം ചുടുവെള്ളം എടുത്ത് നല്ല രീതിയിൽ ശരീരത്തിലൂടെ ഒഴിച്ച് വൃത്തിയാക്കി കഴുകിയാക്കി ആ പാമ്പേഴ്സും ഡ്രസ്സുകളെല്ലാം മാറ്റി നല്ല രീതിയിലാക്കി കൊടുക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന് നാണമുണ്ടെങ്കിലും പക്ഷേ ഈ ഒരു അവസ്ഥയിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ അല്ലേ എന്ന് കരുതിയിട്ട് എല്ലാം അയാളങ്ങ് അതിലേക്ക് പൊരുത്തപ്പെടുകയായിരുന്നു. എന്നാൽ പാവം സുഹ്റ ഒരു അറപ്പും വെറുപ്പും കൂടാതെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം വൃത്തിയാക്കി കൊടുത്ത് വൃത്തിയുള്ള വസ്ത്രമെല്ലാം ധരിപ്പിച്ചു കൊടുത്തു. മോളെ സുഹ്റ, നിനക്ക് ബുദ്ധിമുട്ടായില്ലേ? ഇല്ലിക്ക, എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. സഹീർക്ക, നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്ന ഞാൻ അറിഞ്ഞില്ല സഹീർക്ക. ഞങ്ങൾ അയൽവാസികളൊക്കെ ഉണ്ടായിട്ട് ഇത്രമാത്രം ബുദ്ധിമുട്ടായി നിങ്ങൾ കിടക്കാൻ പാടില്ലായിരുന്നു. എന്നാലും പഠിച്ചവനായിട്ടാണ് എന്നെ എത്തിച്ചത് ഇങ്ങോട്ട്. കുറച്ച് പൈസ കടം വാങ്ങിയിരുന്നു, അത് വാടക കൊടുക്കാൻ എനിക്ക് തികയാത്തപ്പോൾ വാങ്ങിയതായിരുന്നു. അയാൾ പറഞ്ഞു വാടക കൊടുക്കാൻ ഇല്ലെങ്കിൽ നീ ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഉമ്മയൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. ജമീലത്താനോട് കുറച്ച് പൈസ വാങ്ങി പോയത് തിരിച്ചു തരാൻ വേണ്ടി തന്നതായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. സുഹ്റ, ആ കാര്യമൊന്നും നീ ആലോചിക്കണ്ട, നിനക്ക് എത്ര പൈസ വേണമെങ്കിൽ ഞാൻ തരാം.
പക്ഷേ ഈ ഒരു അവസ്ഥയിൽ എന്നാൽ അതാ അവൾ അപ്പോഴേക്കും നല്ല ചൂടുള്ള കഞ്ഞിയും ചമ്മന്തിയുമെല്ലാം അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാക്കി കൊടുത്തു. നല്ല വസ്ത്രവും നല്ല ശരിക്ക് കുളിച്ച് മാറ്റി വൃത്തിയായപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിനും ശരീരത്തിനും വല്ലാത്ത ഒരു ആശ്വാസമായിരുന്നു. അവൾ ആ ചുടുകഞ്ഞി അദ്ദേഹത്തിന് മുക്കി കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. അതെ സഹീർക്ക, ഞാൻ ഭക്ഷണം തരാം, എനിക്ക് എൻ്റെ ആങ്ങളെ പോലല്ലേ നിങ്ങൾ എന്ന് പറഞ്ഞ് അവൾ തന്നെ അദ്ദേഹത്തിന് വയറ് നിറച്ച് ഭക്ഷണം കൊടുത്തു. സഹീർക്ക, നിങ്ങളെ മെഡിസിൻസ് ഒക്കെ എവിടെ, ഏതാ കുടിക്കാനുള്ളത്? എന്നാൽ അപ്പോൾ തന്നെ അതാ അവൾ ആ ലിസ്റ്റിൽ കണ്ട നമ്പറിൽ, ഒന്നും അറിയില്ലല്ലോ, അദ്ദേഹത്തിനൊന്നും പറയാനും കഴിയുന്നില്ല, വിളിച്ച് ഡോക്ടറോടൊന്ന് വരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. എന്നാൽ ഡോക്ടർ അല്പസമയം കഴിഞ്ഞപ്പോൾ വന്നു. ആ സഹീർ, എങ്ങനെയുണ്ട്? സാറേ, വളരെയധികം ആരോഗ്യനില ക്ഷയിച്ചിട്ടുണ്ടല്ലോ, എന്തു പറ്റി? പറഞ്ഞ കെയറിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നോ? സാറേ അതെ, നിങ്ങൾ ദയവായി കുറച്ച് ദിവസം കൂടി ഇവരെ നല്ല രീതിയിൽ നോക്കണം കേട്ടോ. എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടല്ലോ. ഞാൻ വേറെ മെഡിസിൻസ് എഴുതി തരാം. ഒരു 6 മാസം കൂടി ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഈ ഒരു തളർച്ചയും കാര്യങ്ങളൊക്കെ മാറി നല്ല ഉഷാറായി നടക്കും. പക്ഷെ കണ്ടിന്യൂ ചെയ്യണം. പിന്നെ ഭക്ഷണം, പോഷകാഹാരങ്ങൾ ഇതെല്ലാം കഴിക്കണം. എങ്കിൽ മാത്രമേ വിചാരിച്ച റിസൾട്ട് കിട്ടുള്ളൂ. എന്നാൽ സുഹറ ഒരു ഭാഗത്ത് മറഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു, ആയിക്കോട്ടെ സർ, ചെയ്തു കൊടുക്കാം. അങ്ങനെ അത് പുതിയ മെഡിസിൻസും കാര്യങ്ങളെല്ലാം എഴുതി കൊടുത്തു. സുഹറ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോയി അതെല്ലാം വാങ്ങി വന്നു. എന്നാൽ ഒരു നിമിഷം സഹീർ കരഞ്ഞു. എൻ്റെ ഭാര്യ ഉണ്ടായിട്ടും പാവം ഒരു വിധവയായ പെണ്ണാണ് എന്നെ വന്ന് പരിപാലിക്കുന്നത്. എന്നാൽ അന്ന് സുഹറ അദ്ദേഹത്തോട് പറഞ്ഞു, അതെ, ഞാൻ ഈ രാത്രി ഇവിടെ നിൽക്കുന്നത് ശരിയല്ലല്ലോ, ഞാൻ പോകട്ടെ കേട്ടോ. സുഹറ, നിനക്ക് വേണമെങ്കിൽ റൂം ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടല്ലോ, നീ ഇവിടെ എവിടെയെങ്കിലും കിടന്നോ. നിങ്ങൾ ആ വാടക വീട്ടിലല്ലേ കഴിയുന്നത്, ഇവിടെ എവിടെയെങ്കിലും ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ, ഇവിടെ കിടന്നോ, അതിന് കുഴപ്പമില്ല. അതെ, അത് ആളുകൾ എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കുമെന്ന്, എനിക്ക് നിങ്ങളെ നോക്കണം സംരക്ഷിക്കണം എന്ന് നല്ലോണം ആഗ്രഹമുണ്ട്. പക്ഷേ എന്താപ്പം ചെയ്യുക, ഭാര്യ ഇട്ട് പോയിട്ടല്ലേ, സാരല്ലേ, എന്താപ്പം ചെയ്യുക, ഓരോരുത്തർക്കും അങ്ങനെ ഒരു വിധിയായിരിക്കും. എന്നാൽ അതാ സുഹറക്ക് അദ്ദേഹത്തെക്കുറിച്ച് വല്ലാത്തൊരു വിഷമം തോന്നി. ശരിയാണ്, രാത്രി എങ്ങാനും എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഇത്രക്കും കുഴഞ്ഞ രീതിയിൽ ഇരിക്കേണ്ട, തളർച്ച ബാധിച്ച ഒരു അവസ്ഥയല്ലേ, ഈ ഒരു അവസ്ഥയിലെങ്ങാനും ഞാൻ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും വിഷമം സംഭവിച്ചു കഴിഞ്ഞാൽ അത് വല്ലാത്ത കേടായി മാറൂലേ, പഠിച്ചവനോട് വയ്യനെ പറയേണ്ടി വരൂലേ ഞാൻ. അല്ല സുഹറ മോളെ, അവിടെ എവിടെയെങ്കിലും ഇരിക്കും മോളെ, അവിടെ റൂമിൽ കിടന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ആവശ്യം അതായിരുന്നു. എന്നാൽ അവൾ അന്ന് മുതൽ ആ വീട്ടിൽ താമസം തുടങ്ങി. സഹീറിൻ്റെ അപ്പുറത്തുള്ള ഒരു റൂമിൽ എന്തെങ്കിലും ശബ്ദം കേൾക്കുമ്പോൾ ഓടി വരും, അദ്ദേഹത്തിന് വെള്ളം നൽകും, ഭക്ഷണം നൽകും. അങ്ങനെ സഹീറിനെ അവൾ സംരക്ഷിച്ചു പോന്നു. എന്നാൽ ഇത് നാട്ടിൽ ചിലയിടങ്ങളിൽ പല വാർത്തകൾ ഉണ്ടാക്കി. അതെ, ആ സുഹറുണ്ടല്ലോ, ഭർത്താവ് മരിച്ച പെണ്ണാണ്, വിധവയാണ്. ആ പെണ്ണ് പോയി നിൽക്കണ നോക്കാം, സഹീറിൻ്റെ വീട്ടിലേക്ക് സ്ഥിരമായിട്ട് പോകേണ്ട അവിടെ നിൽക്കണമുണ്ട്. എന്താപ്പല്ലേ ഇതിനൊക്കെ ഒരു തീരെ ഒരു ബുദ്ധിയില്ല. ഞാൻ എന്താ ചെയ്യുക, ഒരു അന്യപുരുഷൻ നിൽക്കുന്ന വീട്ടിലേക്ക് ഇങ്ങനെ പോവുക, ജമീൽ അവിടെ ഇല്ല എന്നും പറഞ്ഞിട്ടു. ഏതായാലും വല്ലാത്തൊരു കാലം. ഓൾ എന്ത് കാര്യത്തിന് ഓൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോണത്? ആ ഭർത്താവൊക്കെ ഇല്ലാതെ ജീവിക്കല്ലേ, ആർക്കായാലും ഉണ്ടാവൂലേ ഓരോ ആഗ്രഹങ്ങളൊക്കെ, അങ്ങനെ പോയതായിരിക്കും. നടക്കട്ടെ പോലത്, അത് എങ്ങനെയെങ്കിലും നിർത്തണം, അല്ല ഞാൻ പറ്റൂല. ഒരു വിധവയായ പെണ്ണ്, ഒന്നുമില്ല, മരിച്ച ഭർത്താവിനെ കുറിച്ച് ഓർക്കേണ്ട ഓള്. മരണപ്പെട്ടെന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും അന്യപുരുഷൻ്റെ വീട്ടിൽ പോയി ഇങ്ങനെ നിൽക്കുക. ജമീലും കൂടി ഇല്ലാത്ത സ്ഥിതിക്ക് ഉള്ളപ്പോഴാണെങ്കിൽ ജോലിക്കെങ്കിലും പോവാന്ന് വിചാരിക്കുക. ഇതിപ്പോൾ ഇല്ലാതോളം എന്ത് കാര്യത്തിന് പോവുക? എന്നാൽ സഹീർ അവിടെ തളർന്നു കിടക്കുന്നതും സുഖമില്ലാതായതും ആരും അന്വേഷിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. എല്ലാവരും നോക്കിക്കാണുന്നത് സുഹറയെയാണ്. സുഹറ ഇടയ്ക്കിടെ അവിടെ പോകുന്നുണ്ട്, വരുന്നുണ്ട്, അവിടെ നിൽക്കുന്നുണ്ട്. അതുമാത്രമായിരുന്നു എല്ലാവരുടെയും കണ്ണിൽ ഉള്ള ഒരു തെറ്റിദ്ധാരണ. എന്നാൽ ഈ സമയം സുഹറ സഹീറിൻ്റെ അടുത്ത് പോകുന്ന കാര്യവും സഹീറുമായി അവൾ അവിഹിതമുള്ള കാര്യവും ജമീലയുടെ ചെവിയിലുമെത്തി. എടി ജമീല, ഈ അറിഞ്ഞോ, എൻ്റെ മാപ്പിള സഹീറിൻ്റെ അടുത്തേക്ക് സുഹറ എപ്പോഴും പോകുന്നുണ്ട്, എപ്പോഴും പോയി എന്തൊക്കെ ആർക്കറിയാം. അല്ല, ഓളെ കെട്ടിക്കണോ ഓനെ? ഞാൻ കാര്യമായിട്ട് ചോദിക്കുക, അന്നവിടെ കാണാനുമില്ല. ഓള് സ്ഥിരമായിട്ട് അവിടുത്തെ കസ്റ്റമറാണ്, അവിടെ നിൽക്കലും എന്തൊക്കെയാണ്. എന്നാൽ ഇത് കേട്ട ജമീല ഞെട്ടിത്തെരിച്ചു. ആഹാ,
സുഹറയോ? എൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്കാണോ അവൾ വന്നിട്ടുള്ളത്? എന്നിട്ട് എൻ്റെ ഭർത്താവിൻ്റെ കൈകളിലുള്ള ആ ഒരു സ്വത്ത് മുതലൊക്കെ കൈക്കലാക്കാനായിരിക്കും അവളുടെ പ്ലാനിങ്. എന്നാൽ ആ നിമിഷം തന്നെ അതാ ജമീല അങ്ങോട്ട് അവരുടെ വീട്ടിലേക്ക് കയറി ചെന്നു. വീടാകെ നല്ല വൃത്തിയായിട്ടുണ്ട്. അതെ, ഞാൻ താമസിക്കുന്ന സമയത്ത് വീടാകെ ഒരു വൃത്തിയില്ലാതെ ആകപ്പാടെ ഒരു കഥയായിരുന്നു. പക്ഷെ ഇപ്പോൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരൈശ്വര്യം. അവൾ വിചാരിച്ചു, രണ്ടാളും കൂടി ഇതിനുള്ളിൽ സുഖിക്കായിരിക്കും. എന്നാൽ അവൾ വാതിൽ അതാ ശക്തമായി അങ്ങ് തള്ളി തുറന്നു. ഈ സമയത്ത് കഞ്ഞി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു സുഹ്റ സഹീറിനെ. എന്നാൽ അവൾ ദേഷ്യം കൊണ്ട് കത്തിജ്വലിച്ചു. സുഹ്റ, എന്റെ ഭർത്താവിനെ പരിചരിക്കാൻ നീ ആരടി? ഇത്രക്കും മോശം പ്രവൃത്തിയൊന്നും നീ ചെയ്യേണ്ടില്ലായിരുന്നു കേട്ടോ. നീ എന്താ സാധനം? ഞാനങ്ങ് ഇറങ്ങാൻ കാത്തിരിക്കായിരുന്നു നീ വന്ന് കയറിക്കൂടാന്. ഇപ്പൊ അവളുടേതാക്കി അങ്ങനെ മാറ്റിക്കണേ. ഞാൻ അങ്ങനെയല്ല. ഒന്ന് പോടി അവിടുന്ന്. ശക്തമായി അതാ ജമീല അവളെ തല്ലുന്നു. പ്ലീസ് എന്നെ തല്ലല്ലേ, ഞാൻ അങ്ങനെയല്ലേ ഞാൻ വേണ്ട. നീ ആന കള്ളത്തിയാണല്ലോ. ആണുങ്ങളെ പാട്ടിലാക്കാൻ നടക്കുന്നു നീ. നിന്റെ ഭർത്താവ് മരിച്ചു പോയതല്ലേടി, അപ്പോഴേക്കും നിനക്ക് സഹിക്കാൻ പറ്റാതെ ഇങ്ങോട്ട് ഓടി വന്നൂലേ? ഞാൻ ഇറങ്ങിയത് കണക്കാക്കി? ഒരിക്കലുമല്ല ഞാൻ. എന്നാൽ സഹീർ പറഞ്ഞു, ജമീല അവളെ തല്ലല്ലേ, അവളായിരുന്നു എന്നെ രക്ഷിക്കാൻ വന്നത്. നീ പോയതല്ലേ? ഓ അങ്ങനെ. ഞാൻ ഇറങ്ങാൻ കാത്തിരിക്കായിരുന്നു നിങ്ങൾക്ക് മറ്റൊരാളെ പിടിച്ച് അകത്ത് കയറ്റാന്. അസുഖാണെന്ന് പറഞ്ഞ അഭിനയിക്കുകയാണല്ലേ. കൈകാലുകൾ തളർന്ന് കിടപ്പിലാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പോയി കഴിഞ്ഞാൽ മറ്റോളെ കയറ്റാലോ. അതിനുള്ള നിയത്തായിരുന്നു നിങ്ങളുടെ. ഒന്ന് പോ മനുഷ്യ. ശരിക്കും അതാ അയാളെ ചീത്ത പറയുന്നു അവൾ. ഞാൻ പോയിക്കോളാം. നിങ്ങൾ വന്നല്ലോ. ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ തേടി വന്നതല്ല, നിങ്ങൾക്ക് തരാനല്ല. ഒന്നും മിണ്ടാതിരിക്കടി കള്ളത്തി. ഇറങ്ങിപ്പോ. നീ ചെയ്യുന്നത് ശരിയാണോ? എൻ്റെ ഭർത്താവിന് കഞ്ഞി കോരി കൊടുക്കുക, അയാളെ സംരക്ഷിക്കുക. ചുരുക്കി പറഞ്ഞാൽ ആ റൂം നോക്കിയപ്പോൾ ജമീല ശരിക്കും അത്ഭുതപ്പെടുകയായിരുന്നു. കാര്യം നല്ല വൃത്തിയും വെടുപ്പും. അതെ, വളരെയധികം വൃത്തിയുള്ള ബെഡ്ഷീറ്റിലൊക്കെ തൻ്റെ ഭർത്താവ് കിടക്കുന്ന ആ ഒരു രംഗം, അത്രക്കും നീറ്റ് ആൻഡ് ക്ലീൻ ആയ സ്ഥലം. ഇതൊക്കെ ഇവള് കാട്ടിക്കൂട്ടിയതായിരിക്കും. എന്തായാലും ഇനി നടക്കൂല. ആളുകൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടെ എത്തി. എന്നാൽ ഈ സമയം സുഹ്റ അതാ പോകുവാൻ വേണ്ടി അവളുടെ ബാഗ് എടുത്തു. അതെ, ഞാൻ പോവാണ് കേട്ടോ. എനിക്ക് സമാധാനമായി. എനിക്കൊന്നുമല്ല, നിങ്ങളിവിടെ ഉണ്ടായാൽ മതി. നിങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിച്ചാൽ മതി. അല്ലാതെ ഞാൻ ഒരിക്കൽ പോലും. ആരടി നിൻ്റെ ഒരു ഇത്തക്കാരത്തി? അല്ല ജമീലത്ത, ഞാൻ നിങ്ങളെ സന്തോഷത്തോടു കൂടി ജീവിച്ചാൽ മതി. കാരണം അദ്ദേഹത്തിൻ്റെ നില വളരെയധികം മോശമായിരുന്നു. ഞാൻ നിർഭാഗ്യവശാൽ ഇങ്ങോട്ടൊന്ന് കയറി വന്നതാണ്. എന്താ ചെയ്യുക? അല്ലാതെ ഒരിക്കൽ പോലും നിങ്ങളെ ഞാൻ ഭർത്താവിനെ തട്ടിയെടുക്കാനോ സ്വത്തിനോ വേണ്ടി ഒന്നുമല്ല. എൻ്റെ ഭർത്താവിൻ്റെ സ്വത്തും സമ്പത്തുമൊക്കെ നിൻ്റെ പേരിലങ്ങ് എഴുതാനായിരിക്കും നീ ഇങ്ങോട്ട് വന്ന് അയാളെ നോക്കുന്നത്. ഒന്ന് ഇറങ്ങിപ്പോടി അവിടുന്ന്. എന്നാൽ ജമീലയെ വിളിച്ചുകൊണ്ട് ഭർത്താവ് പറഞ്ഞു, ജമീല, ഓളെ പറഞ്ഞു വിടണ്ട. അവൾ ഇവിടെ നിന്നോട്ടെ. പാവം പെണ്ണല്ലേ. എന്തെങ്കിലും ഭക്ഷണത്തിനുള്ളത് കൊടുത്താൽ മതി. അതെ, ഇങ്ങൾക്ക് ഇങ്ങനെ ഓളെ സാന്നിധ്യം എപ്പോഴും വേണല്ലേ? എന്താന്നില്ലേ, ഭർത്താവില്ലാത്ത പെണ്ണിനെയും വെച്ചാൽ നിങ്ങൾ ഇരിക്കുന്നത്. എന്നാൽ ആ ഭർത്താവിനെ പോലൊന്നും സംസാരിക്കാൻ കഴിയാതെ അതാ ജമീല ചൂടാവുകയാണ്. അതെ, അവളെ പറഞ്ഞേക്കണ്ട. നിനക്ക് കഴിയൂല. എനിക്ക് വേണ്ടി പരിചയം ഒരു 6 മാസം വരെ. 6 മാസമല്ലേ, 1 കൊല്ലം വരെ ഞാൻ നിങ്ങളിവിടെ നോക്കിക്കോളാം കേട്ടോ. നടക്കടി അങ്ങോട്ട്, നടക്കങ്ങോട്ട്. ശരിക്കും അതാ സുഹ്റയെ അവർ അടിച്ചിറക്കുന്നു. അവളുടെ ഒരു ഭണ്ഡാരം, അത് കൊണ്ടിക്കോ എന്ന് പറഞ്ഞ് അതാ അവളുടെ ഒരു ബാഗ് എടുത്ത് പുറത്തേക്കിടുന്നു. എന്നാൽ ശരിക്കും അതാ സുഹ്റ കരഞ്ഞു പോയി. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്നെ കേട്ടോ. ഞാൻ ഒരിക്കൽ പോലും വേണ്ടാത്ത രീതിയിലല്ല. അദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഞാൻ ഇവിടെ നിന്ന് പോയതാണ്. അതെ, ഞാൻ വന്നപ്പോൾ ആകെപ്പാടെ മുഷിഞ്ഞ രീതിയിൽ ഡ്രസ്സും തലമുടിയും അദ്ദേഹം ധരിച്ചതൊക്കെയും വളരെയധികം വൃത്തികേടായി നിൽക്കുന്നൊരവസ്ഥയായിരുന്നു. ആ സമയത്ത് എനിക്ക് തോന്നിയതാണ് അദ്ദേഹത്തെ ഒന്ന് പരിചരിക്കണമെന്ന്. അല്ലാതെ ഒന്നുമല്ല, വേറൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഒന്ന് ഇറങ്ങിപ്പോടി. എൻ്റെ ഭർത്താവ് എങ്ങനെ കിടന്നാൽ നിനക്കെന്താ? നിനക്ക് എന്തിൻ്റെ കേടാ? ഇറങ്ങിപ്പോവാൻ എനിക്ക് നല്ലത്. അല്ലാതെ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ മോങ്ങാൻ നിൽക്കുന്നു. ഇനി എങ്ങാനും ഇങ്ങോട്ട് കടന്നിട്ട് നിന്റെ കാല് ഞാൻ വെട്ടും, നോക്കിക്കോ. ഞാൻ വരില്ല. നിങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിച്ചാൽ മതി. ഞങ്ങൾ സന്തോഷത്തോടു കൂടിയോ ദുഃഖത്തോടു കൂടിയോ ജീവിക്കും. നീ അത് നോക്കേണ്ട ആവശ്യമില്ല.
ഒരു വാലിയക്കാരത്തി പെണ്ണ് വന്ന് ഒരാൾ റൂമിൽ വന്നിരിക്കുക. ഇത്താ തെറ്റിദ്ധരിക്കരുത്, ഞാൻ അദ്ദേഹത്തിന് ശുശ്രൂഷിക്കുക മാത്രം ചെയ്തിട്ടുള്ളൂ, വേറൊന്നും ചെയ്തിട്ടില്ല. പോടി അവിടുന്ന്. എന്നാൽ ഈ സമയം ജമീല ഓൾക്ക് കുറച്ച് പൈസ കൊടുക്കണം, പാവങ്ങളാണ്. പൈസ അവൾക്ക് പൈസ അല്ല, മണ്ണാൻ കെട്ടേ കൊടുക്കേണ്ടത്. ഞാൻ പോയ നേരം കയറി കൂടി ഇങ്ങളെ നോക്കാൻ വന്നിരിക്കുകയാണല്ലേ. ജമീല നീ ദേഷ്യപ്പെടല്ലേ, ആ ഒരു അവസ്ഥയിൽ നിന്ന് എന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് അവളാണ്. ദേ മനുഷ്യ, അനാവശ്യം പറയരുത്. കണ്ണി കണ്ട പെണ്ണുങ്ങളെ അകത്ത് കയറ്റി ഇരുത്തിയിട്ട് നിങ്ങളെന്താ അനാവശ്യം പറയുന്നോ? ജമീല നീ അല്ലേ അന്ന് എന്നെ ഉപേക്ഷിച്ച് പോയത്, ഇനി എന്നെ നോക്കാനാവില്ലെന്ന് പറഞ്ഞ്. അത് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് എൻ്റെ അസുഖം മാറുമെന്ന് പറഞ്ഞിട്ട് നീ കേട്ടില്ല. ഞാൻ മരണത്തോട് മല്ലിട്ട് കിടക്കുമ്പോഴാണ് ആ പെൺകുട്ടി വന്നത് നിങ്ങൾ അന്വേഷിച്ച് ശുശ്രൂഷിക്കാൻ. എന്നിട്ട് നിങ്ങളങ്ങ് ഉല്ലസിച്ചു വല്ലാതെ അല്ലേ. നീ ദൈവത്തെ മറന്നൊന്നും പറയരുത്, നീ പടച്ചവനെ മറന്നൊന്നും പറയല്ലേ. ഇങ്ങനൊന്നും പറയാൻ പാടില്ല. ആ കുട്ടി ശുദ്ധ മനസ്കിയാണ്. ഓഹോ, അപ്പം ഞാനാണ് കേടുള്ള മനസ്ക അല്ലേ? നീ എന്തൊക്കെയായി പറയുന്നത്? ഒരു പെങ്ങൾ എന്നെ ശുശ്രൂഷിക്കുന്ന രീതിയിലാണ് അവൾ എന്നെ പരിചരിച്ചിട്ടുള്ളത്, അല്ലാതെ ഒരിക്കൽ പോലും. എനിക്ക് മനസ്സിലായി. അതെ, ഇന്ന് മുതലേ ഞാനും അങ്ങനെ തന്നെ അങ്ങനെ ഇവിടെ നിൽക്കുകയാണ്. അവൾ അങ്ങോട്ട് പോട്ടെ, ഇന്ന് ഞാൻ മുതലേ നിങ്ങളെ നോക്കിക്കോളാം. എന്നിട്ട് അവളുടെ പേരിൽ സ്വത്തും സമ്പത്തൊക്കെ എഴുതി വാങ്ങാനാണ് പൊട്ടാ. നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്, തീരെ ഒരു ബുദ്ധി ഇല്ലാതായി പോയി നിങ്ങൾക്ക്. അവൾ അതൊന്നും ആഗ്രഹിച്ചതല്ല. അവളെക്കുറിച്ച് നിങ്ങൾക്ക് മറക്കാൻ കഴിയണില്ലല്ലേ? എന്തൊക്കെ സംഭവിച്ചിരിക്കണോ ആർക്കറിയാം. അങ്ങനെയതാ അന്ന് ജമീല ഭർത്താവിന് വേണ്ടി അവിടെ ജീവിക്കാൻ തുടങ്ങി. അതെ, അയാൾക്ക് വേണ്ടി സമയത്തിനുള്ള ഭക്ഷണം അതൊന്നും കിട്ടുന്നില്ല. ശരിക്കും സുഹറ ഉള്ളപ്പോൾ വളരെയധികം കൃത്യമായി എല്ലാം സമയത്തിന് തന്നിരുന്നു, മെഡിസിൻ എടുത്തു തന്നിരുന്നു. എന്നാൽ പതിവ് പോലെ തന്നെ ജമീല 1-2 പ്രാവശ്യം നോക്കിയെന്നല്ലാതെ പിന്നീട് അവളുടെ പഴയ പണികൾ തുടങ്ങി. അതെ, വേണേട്ട് തന്നെ കുടിച്ചോളി, അല്ലാതെ എന്നും ഇങ്ങനെ മുന്നേക്ക് കൊണ്ടുവന്ന് തീറ്റിക്കാന്ന് എന്നെ കിട്ടൂല. ഞാൻ നിങ്ങളെ വേലക്കാരത്തിയോ? പറഞ്ഞില്ലെന്ന് വേണ്ട. ജമീല എനിക്ക് കുറച്ച് വെള്ളം താടി. വെള്ളം ഒന്നെടുത്ത് കുടിച്ചു നോക്ക്. ഈ കിടത്തം കിടന്നാലേ കയ്യൊക്കെയാണ് നീണ്ടു പോട്ടെ, അല്ലാതെ ഞാൻ വെള്ളം നിന്നിട്ട് നിങ്ങൾ കുടിക്കൂല. പിന്നെ ജമീല എനിക്ക് വിശക്കുന്നു ജമീല, എന്തെങ്കിലും താ. വേണമെങ്കിലും ഒന്ന് എടുത്ത് കുടിച്ചോ, ഞാൻ വെച്ചിട്ടൊന്നുമില്ല. എനിക്ക് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കും. എന്താന്നില്ലേ എപ്പോഴും ഞാൻ അടുക്കളയിൽ എന്താ നിൽക്കാൻ നിങ്ങളുടെ അടുക്കള കാര്യമോ? എന്നാൽ ജമീലയുടെ സ്വഭാവം പഴയ രീതിയിൽ തന്നെ ആയി തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ അതാ അദ്ദേഹത്തിൻ്റെ അവസ്ഥയും. അദ്ദേഹത്തിനെ കുളിപ്പിക്കുകയോ ഡ്രസ്സ് മാറ്റുകയോ അദ്ദേഹത്തിൻ്റെതെല്ലാം മാറ്റിക്കൊടുക്കുകയോ ചെയ്തില്ല. എന്നാൽ അകത്തേക്ക് കയറിയപ്പോൾ വളരെയധികം രൂക്ഷമായ ഗന്ധം വീണ്ടും തുടങ്ങി. എന്നാൽ ഈ സമയം അദ്ദേഹത്തെ പരിചരിക്കുന്ന ഡോക്ടർ ഒരിക്കൽ അങ്ങോട്ട് വന്നു. എങ്ങനെയുണ്ട് സാഹിർ എന്ന് പറഞ്ഞ് ആ റൂമിലേക്ക് കടന്നപ്പോൾ അവർക്ക് വല്ലാത്തൊരവസ്ഥ. എന്താ ഇവർ നിങ്ങളെ പരിചരിക്കുന്നില്ലേ? വളരെയധികം വൃത്തികേടിലാണ് ഇവർ കിടക്കുന്നത്. നിങ്ങൾ ഭാര്യയല്ലേ? എന്താ നിങ്ങൾ ഇങ്ങനെ? അല്ല, നിങ്ങളെ പരിചരിച്ച അന്നത്തെ ആളെവിടെ? അവരായിരുന്നു നിങ്ങൾക്ക് നല്ലത്. ഡോക്ടറുടെ വാക്ക് കേട്ട് ജമീല ഞെട്ടി. അതെ ഡോക്ടറെ, എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ പോയി കണ്ട ഇതൊക്കെ ക്ലീൻ ചെയ്യലൊക്കെ ആയിക്കഴിഞ്ഞാലേ എനിക്ക് അസുഖം വരും. എനിക്കതൊന്നും ഇഷ്ടമല്ല. മെഡിസിൻ കൊടുക്കുന്നുണ്ടല്ലോ നേരത്തിന്. മെഡിസിൻ മാത്രം പോലെ വൃത്തിയും വേണം, വൃത്തിയും വെടുപ്പും വേണം. നേരത്തിന് ഭക്ഷണം കൊടുക്കണം. അതൊന്നും ഇല്ലാതെ നിങ്ങൾ എന്ത് ചെയ്തിട്ട് എന്ത് കാര്യമുള്ളത്? നിങ്ങളെ പരിചരിക്കാൻ പറ്റിയ ആളെ നിങ്ങൾ കണ്ടെത്തണം. ഇവർ നിങ്ങൾ ആരാണ്? ഭാര്യയാണോ? എന്ത് ഭാര്യ നിങ്ങളൊക്കെ? അല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം ഇവരെ. എത്രയോ ഹോം നേഴ്സുമാരൊക്കെ കിട്ടും, അവർ നോക്കിക്കോളും. അതൊന്നും വിഷയമല്ല. ഇപ്പം ഇങ്ങനെ സുഖമില്ലാത്തവരെ നോക്കാനുള്ള എല്ലാ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അത് കേട്ടപ്പോൾ സഹീർ പറഞ്ഞു, വേണ്ട, മരിക്കുകയാണെങ്കിൽ ഇവിടെ കിടന്നിട്ട് ഞാൻ മരിച്ചോളാം, അല്ലാതെ ഇപ്പം എന്താ. ചുരുക്കി പറഞ്ഞാൽ അതാ ജമീലയോട് ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ അതവൾക്ക് തീരെ പറ്റിയില്ല. എന്നെ കൊണ്ട് പറ്റൂല. അയാളെ ഡെയിലി ചുടുവെള്ളത്തിൽ കുളിപ്പിക്കുക, ഡ്രസ്സ് മാറ്റി കൊടുക്കുക, പമ്പേഴ്സ് മാറ്റി കൊടുക്കുക, ജ്യൂസ് അടിച്ചു കൊടുക്കുക, കഞ്ഞി കൊടുക്കുക, വൃത്തിയാക്കുക, മെഡിസിൻ കൊടുക്കുക, ചെറിയ കൊച്ചു കുട്ടികളെ പോലെ കിടത്തി ഉറക്കുക. അതൊന്നും എന്നെ കൊണ്ട് നടക്കൂല. എന്നാൽ ജമീലക്ക് ആകപ്പാട് ദേഷ്യം പിടിക്കുകയാണ്. ആ പെമ്പർന്നുള്ള പറഞ്ഞയക്കണ്ടില്ലായിരുന്നു സുഹറയെ. ഓളന്നായിരുന്നു ഇവിടെ വേലക്കാരത്തിയായിട്ട് നല്ലത്. അവളാണെങ്കിൽ എല്ലാം അങ്ങോട്ട് ചെയ്തിരുന്നു. ഇതിപ്പോൾ ഞാനാകെ പെട്ട പോലെയായി. ഇവിടേക്ക് ആളുകൾ കയറി വരുന്നത് ഇറങ്ങി വരുമ്പോഴൊക്കെ ഇവിടുത്തെ ഗന്ധം സഹിക്കാൻ വയ്യാതെ, ഇവിടുത്തെ മോശ സാഹചര്യം പറ്റായിട്ട് പലരും പലതും എന്നെയാണ് പറയുന്നത്. തൽക്കാലം മെല്ലെ അങ്ങ് ഇറങ്ങിപ്പോയാലോ? അല്ലെങ്കിൽ വേണ്ട, സുഹറിയോട് വിളിച്ചുകൊണ്ട് പറയാം, അവൾ ഇവിടെ ഒന്ന് ജോലിയൊക്കെ ചെയ്യട്ടെ.
തൽക്കാലം എനിക്ക് ഇയാളല്ലെങ്കിലും വേണ്ട. എന്തിനാ ഈ സുഖമില്ലാതെ കിടക്കുന്ന അയാൾ എനിക്ക് എന്താന്നില്ലേ. ഒരിക്കൽ പോലും ജമീലാക്ക് തൻ്റെ ഭർത്താവിനെ പരിചരിക്കാൻ കഴിഞ്ഞില്ല. അത് ഭർത്താവിനും മനസ്സിലായി. ജമീല ഒരിക്കലും എനിക്ക് എൻ്റെ ഭാര്യ സ്ഥാനത്ത് നിന്നൊന്നും തന്നെ ചെയ്തു തരുന്നില്ല. അവൾ എൻ്റെ അടുത്തേക്ക് അടുക്കുക പോലും ചെയ്യുന്നില്ല. എന്നാൽ ഈ സമയം ജമീലാക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് തോന്നി തുടങ്ങി. കാര്യം മറ്റൊന്നുമില്ല, കഴിയുന്നില്ല. അയാൾ വിളിക്കുന്ന ഓരോന്നിനും ഓടിച്ചെല്ലുവാനും അയാൾക്കുള്ളത് ചെയ്തു കൊടുക്കാനും കഴിയുന്നില്ല. പിന്നെയാണെങ്കിൽ അദ്ദേഹം മൂത്രമൊഴിക്കുന്നതും വയറ്റിൽ നിന്ന് പോകുന്നതും അതൊക്കെ ക്ലീൻ ചെയ്യാനും അതും കഴിയില്ല. ഭർത്താവൊന്നും വേണ്ട, ഇതുപോലുള്ള ഭർത്താവൊക്കെ എന്തിന് കഴിയൂല. ഭാര്യയുടെ ആ ഒരു പ്രവൃത്തികൾ അത് വളരെയധികം വിഷമിപ്പിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്. സഹീർ വിചാരിച്ചു, ഞാനൊന്ന് മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ എന്ന്. കാര്യം അത്യധികം വിഷമകരമായ അവസ്ഥയിലായിരുന്നു. ഭാര്യ, ദുഷ്ടയായ ഭാര്യ പലതും പറഞ്ഞ് ചീത്ത പറയുന്നുണ്ട്. ഒന്ന് മരിക്കണമില്ലല്ലോ, ഏത് മെഡിസിനാണ് അതിന് കൊടുക്കേണ്ടത്, അത് ഞാൻ കൊടുത്തിരുന്നു, എന്നാലെങ്കിലും സ്വസ്ഥമായി ഇവിടെ അങ്ങ് നിൽക്കാലോ. ഇതിപ്പോൾ അതും ഇല്ല ഇതും ഇല്ല എന്ന് പറഞ്ഞ പോലെയായി. ഞാൻ ഇവിടെ ഇങ്ങനെ ഈ ഒരു ജീവച്ചവത്തെയും പേറി നടക്കുക ആവൂല. ജമീല വളരെയധികം ദേഷ്യത്തോടു കൂടി അതാ പിറുപിറുക്കുന്നു. എന്നാൽ സഹീർ കരയുകയായിരുന്നു. സഹീർ വിചാരിച്ചു, അതെ സുഹറ, അവൾ എന്നെ സ്നേഹിച്ചിരുന്നു. ഒരാങ്ങളുടെ സ്ഥാനത്ത് നിന്ന് അവൾ എന്നെ വൃത്തിയാക്കി തന്നിരുന്നു. ഇതിപ്പോൾ ഒന്നും ചെയ്യാത്ത അവസ്ഥ. എന്നാൽ സുഹറക്ക് വല്ലാത്ത സങ്കടമുണ്ടായിരുന്നു. കാര്യം മറ്റൊന്നുമല്ല, ജമീല താത്താക്ക് എല്ലാം മാനേജ് ചെയ്യാൻ കഴിയുമോ? അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടാകുമോ? എനിക്കറിയില്ല റബ്ബേ. അവർ സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ. അവർ എല്ലാ അസുഖങ്ങളും മാറി സുഖസുന്ദരമായി ജീവിക്കട്ടെ. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അവർ ഭാര്യയും ഭർത്താവും അല്ലേ. എന്തൊക്കെ തന്നെയായാലും അവർ ഉള്ളിലുള്ള സ്നേഹമൊന്നും ആർക്കും ഉണ്ടാവില്ലല്ലോ. എന്തായാലും അവർ നല്ല രീതിയിൽ തന്നെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ അതാ ഒരു ഫോൺ കോൾ വരുന്നു. ഹലോ, ആ സുഹറ, ഇത് ജമീല താത്തയാണ്. ഈ ഒന്ന് ഇവിടെ വരെ വരുമോ? എന്തെത്താ? അല്ലേ, എനിക്ക് മോളെ കഴിയണില്ല ഇതെന്ന് വെച്ചാൽ മൂപ്പര് കൂടെ നിൽക്കാൻ എനിക്ക് ഭയങ്കര പ്രയാസം തോന്നുകയാണ്. ഈ ഒന്ന് ഇവിടെ കുറച്ച് ദിവസം ഒന്ന് വന്ന് നിന്നാ. വാ, ഇങ്ങോട്ട് വാ. ഇത്താ, നിങ്ങളും ഭർത്താവും നല്ല രീതിയിൽ സുഖസുന്ദരമായി ജീവിക്കൂ. അസുഖമൊക്കെ മാറുമെന്ന് പറഞ്ഞതല്ലേ. കറക്റ്റ് മെഡിസിൻസും കാര്യങ്ങളും വൃത്തിയും നോക്കിയാൽ മതി. എൻ്റെ പൊന്നാരൻ്റെ സുഹറ, ഈ ഒന്ന് വാ. അടിച്ചിറക്കിയ സുഹറയെ അതാ വീണ്ടും ജമീല വിളിക്കുന്നു. അതെ, വളരെയധികം അവിഹിതം പറഞ്ഞിട്ടാണ് അവളെ പറഞ്ഞിറക്കിയത്. നീ ഞാനില്ലാത്ത സമയത്ത് വന്നുകൂടി അങ്ങനെ എങ്ങനെയെന്നൊക്കെ. എങ്ങനെയാണ് ഇവൾ ഇയാളെ നോക്കിയത് എനിക്കറിയില്ല. അങ്ങനെ അതാ സുഹറ അല്പം ഭയത്തോടു കൂടി ആ വലിയ തറവാട്ടിലേക്ക് പ്രവേശിക്കുന്നു. ആ ജമീല താത്ത അവളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, പൊന്നാര സുഹറ, എന്നെ കൊണ്ട് കഴിയണില്ലൊന്നും. ഈ ആ റൂമിൽ പോയി നോക്ക്. ആകെപ്പാടൊരു സ്മെൽ, എനിക്ക് ഛർദ്ദിക്കാൻ വരികയാണ്. ഇങ്ങനെ ആയാലും ഇപ്പോൾ എങ്ങനെ അയാളെ പരിചരിക്കുക ഞാൻ എനിക്കറിയില്ല. തൽക്കാലം ഈ എന്നെ ഇവിടെ നിന്നോ, അതായിരിക്കും നല്ലത്. ശരിക്കും ജമീലത്താത്തയുടെ വാക്കുകൾ കേട്ട സുഹറക്ക് അല്പം സങ്കടം തോന്നി. ഇത്താ, ഞാൻ എല്ലാത്തിനും ഞാൻ ഇവിടെ നിന്നോളാം, പക്ഷേ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയായി വീട്ടിൽ തന്നെ നിൽക്കണം. അതാണ് എനിക്കിഷ്ടം. അങ്ങനെ ആകുമ്പോൾ സമാധാനവുമാണ്. അല്ലെങ്കിൽ ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞുണ്ടാക്കുകയാണ്. ഞാൻ എന്തൊക്കെ ചെയ്തോളാം. ആ നിമിഷം തന്നെ അവൾ ആ റൂമിലേക്ക് കടന്നു. അവിടുത്തെ അസഹ്യമായ ഗന്ധം എന്നോ വൃത്തിയാക്കിയതാണ്. അതെല്ലാം അവൾ ആദ്യം മുതൽ തന്നെ ഓരോ ഭാഗമായി എല്ലാം തുടച്ച് വൃത്തിയാക്കി കഴുകി കളഞ്ഞ് നന്നാക്കി. അദ്ദേഹത്തെ ചുടുവെള്ളത്തിലും നല്ല രീതിയിൽ കുളിപ്പിച്ചു, വൃത്തിയാക്കി, നല്ല സോപ്പൊക്കെ ഇട്ട് കഴുകി, പുതിയ വസ്ത്രങ്ങളെല്ലാം ധരിപ്പിച്ച് അദ്ദേഹത്തിനുള്ള ഭക്ഷണമെല്ലാം നൽകി. ആ റൂമിലേക്ക് കടക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു സുഗന്ധമായിരുന്നു ശരിക്കും. എന്നാൽ അത് കണ്ട് ജമീല താത്ത അത്ഭുതപ്പെട്ടു. പൊന്നാര സുഹറ, നിനക്ക് ഇതിന് കഴിയുള്ളൂ. ഏതായാലും വല്ലാത്ത, എനിക്ക് അയാളെ നോക്കാൻ കഴിയൂല. അയാളുടെ ജീവിതം എന്ന് കഴിയും വിചാരിച്ചിട്ടാ, എനിക്ക് ആവൂല. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഇവിടുന്ന് പോവാണ്. ഇത്ത, നിങ്ങൾ പോവല്ലേ, നിങ്ങൾ അവിടെ എവിടെയെങ്കിലും നിന്നോളൂ. അല്ലടി, ഞാൻ പോവാണ്. ഞാൻ ഒരു കാര്യം പറയാം. എന്താ ഇത്ത? ഒന്നുമല്ല, എനിക്ക് അദ്ദേഹത്തെ സംരക്ഷിക്കാനോ ഒന്നിനും കഴിയൂല. ഞാൻ എൻ്റെ മനസ്സത്തൊരു ആഗ്രഹം പറയണം. കാര്യം, ഞാൻ നിന്നെ ഇറക്കി വിട്ടതാണ് അന്ന് അവിഹിതത്തിൻ്റെ പേര് പറഞ്ഞ്. ഇപ്പോഴാണ് എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായത്. നീ ഇല്ലാത്തപ്പോൾ ഇത്രമാത്രം ഇവിടെ വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ആളുകളുടെ വർത്താനമെല്ലാം കേട്ടപ്പോഴേ ഒരു കാര്യം ഞാൻ പറയട്ടെ. എന്താ ഇത്ത? അതെ, എനിക്ക് പകരം എൻ്റെ ഭർത്താവിൻ്റെ ഭാര്യയായിട്ട് നീ ഇവിടെ കഴിഞ്ഞോളൂ. ഒരു നിമിഷം സുഹറ ഞെട്ടിപ്പോയി. ഇത്ത, നിങ്ങൾ എന്തേ പറയുന്നത്? ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ട് പോലുമില്ല. എൻ്റെ ഇക്കാക്കിയുടെ സ്ഥാനത്ത്, എൻ്റെ ആങ്ങളുടെ സ്ഥാനത്താണ് ഞാൻ കണ്ടത്. ഒരിക്കൽ പോലും ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് പോലുമില്ല. ഇത്ത, നിങ്ങൾ എന്തൊക്കെ മോളെ, ഇനിയെങ്കിലും എനിക്ക്
മനസ്സിലായി നിന്റെ കാര്യമൊക്കെ എന്താന്നുള്ളത്. എനിക്ക് എൻ്റെ മനസ്സ് നിറഞ്ഞു. നീ നിരപരാധിയായിരുന്നു എന്നുള്ള ഇപ്പോഴാണ് മനസ്സിലായത്. അന്ന് ഞാൻ വിചാരിച്ചു നീ തെറ്റിന് വേണ്ടി വന്നതാണെന്ന്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ, എനിക്ക് എൻ്റെ ഭർത്താവിനെ പരിചരിക്കാൻ ഒരിക്കലും കഴിയുന്നില്ല. ഒരു ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് നിനക്കെല്ലാം ചെയ്തു കൊടുത്തൂടെ? ശരിക്കും അതാ ജമീലയുടെ മനസ്സൊന്ന് അലിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ സമയം അവൾ തൻ്റെ ഭർത്താവിൻ്റെ അരികിലേക്ക് ചെന്നു. ജമീല വരുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കാര്യം മറ്റൊന്നുമല്ല, തന്നെ ഒരിക്കൽ പോലും ഒന്നും തനിക്ക് വേണ്ടി ചെയ്തു തന്നില്ല. ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ പോലും അവൾ എന്നെ തിരിഞ്ഞു നോക്കിയില്ല. എന്നാൽ റൂമെല്ലാം വൃത്തിയായി, അദ്ദേഹം പുതിയ വസ്ത്രങ്ങളെല്ലാം മാറ്റി നല്ല വൃത്തിയിലിരിക്കുന്ന ആ ഒരു സമയത്ത് അതാ ജമീല കടന്നു വരുന്നു. ഇക്ക, തൻ്റെ ഭാര്യയുടെ ആ ഒരു വിളി കേട്ടപ്പോൾ സഹീർ ഒന്ന് ഞെട്ടി. ഇക്ക, മോളെ സുഹ്റ. എന്തേ ഇത്ത? ഇവിടെ വരൂ. ഇക്ക, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. എനിക്ക് നിങ്ങളുടെ ഒന്നും ചെയ്തു തരാൻ കഴിഞ്ഞില്ല. കാരണം എനിക്ക് ഇഷ്ടമല്ല അതൊന്നും. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. അതെ, നിങ്ങളുടെ കൂടെ എപ്പോഴും നിൽക്കാൻ നല്ലത് ഇവള് സുഹ്റയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സുഹ്റയെ വിവാഹം കഴിക്കണം. എനിക്ക് അതേ പറയാനുള്ളൂ. അങ്ങനെയായാലും പിന്നെ ആളുകൾ തെറ്റിദ്ധരിക്കില്ലല്ലോ. ശരിക്കും സഹീർ ഞെട്ടിപ്പോയി. ഈ സുഖമില്ലാത്ത തളർന്ന രീതിയിൽ ഞാൻ അവളെ വിവാഹം കഴിക്കേ? എന്തിനാ അവളുടെ ഭാവി നഷ്ടപ്പെടുത്തുന്നത്? മോളെ സുഹ്റ, നിന്റെ അഭിപ്രായം എന്താ? ഇത്ത, ഞാൻ ഒരിക്കൽ പോലും അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. എൻ്റെ ഒരു ആങ്ങളയുടെ സ്ഥാനത്ത് നിന്നാണ് ഞാൻ പരിചരിച്ചത്. പക്ഷേ നിങ്ങളൊക്കെ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ഒരു ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് എല്ലാം അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തോളാം. മോളെ, സ്ഥാനത്ത് നിന്ന് എന്നല്ല, ഭാര്യയായിട്ട് നിന്ന് പറ. എന്താ? ശരിക്കും ജമീലയുടെ ആ ഒരു വാക്കുകളിൽ ഒരു ദയനീയത ഉണ്ടായിരുന്നു. ശരിക്കും അവൾക്ക് വിശ്വസിക്കാൻ തന്നെ കഴിഞ്ഞില്ല. അതെ ഇക്ക, നിങ്ങൾ ഇവിടെ നിക്കാഹ് കഴിക്കേ. അല്ലാതെ എനിക്കൊരിക്കലും നിങ്ങളെ മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യയായ പെണ്ണ് ഇവൾ തന്നെയാണ്. അങ്ങനെയാകുമ്പോൾ ഹലാലായ രീതിയിൽ നിങ്ങൾക്കെല്ലാം ചെയ്തു തരാലോ. അവൾക്ക് മറ്റൊരാളുകളെ ഭയന്ന് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ശരിക്കും സഹീറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. സഹീർ ചോദിച്ചു, സുഹ്റ, നിനക്ക് സമ്മതമാണോ ഇതിന്? എന്നാൽ സഹീർ ചോദിച്ച ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ സഹ്റ വിതുമ്പുകയായിരുന്നു. എന്നാൽ ജമീല അവളെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, മോള് വിഷമിക്കണ്ട. ഞാൻ നിന്നോട് പറഞ്ഞതൊക്കെ നീ പൊരുത്തപ്പെട്ട് തരണം. കാര്യം എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി. നീ നിരപരാധിയായിരുന്നു. നിൻ്റെ മനസ്സിനുള്ളിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോഴും നീ അത് നല്ല രീതിയിൽ ചെയ്യുന്നു. മോളെ, നിൻ്റെ മനസ്സ് വളരെയധികം ക്ലിയറാണ്. അതുകൊണ്ട് എൻ്റെ ഈ ഭർത്താവിന് ഏറ്റവും പറ്റിയ പെണ്ണ് നീ തന്നെയാണ്, ഒരിക്കലും ഞാനല്ല. ഇക്ക, വിരോധമില്ലെങ്കിൽ അവളെ നിങ്ങൾ സ്വീകരിക്കണം. എന്നാൽ സഹീറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ ആ ഒരു കിടന്ന കിടപ്പിൽ നിന്നുകൊണ്ട് തന്നെ അവിടെ നിക്കാഹ് കർമ്മമെല്ലാം അവിടെ പൂർത്തിയായി. സുഹ്റ ഇന്ന് സഹീറിൻ്റെ മണവാട്ടിയായി. ജമീല പറഞ്ഞു, ഇനി ഒരിക്കലും ഞാനിവിടെ നിൽക്കുന്നില്ല. ഞാൻ എൻ്റെ പാട്ടിന് പോട്ടെ. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചോളൂ. കാരണം എനിക്ക് അറപ്പും വെറുപ്പൊക്കെ കൂടുതലായതുകൊണ്ട് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ എനിക്കൊന്നും ഇഷ്ടമല്ല. ഞാൻ പോയിക്കോളാം എങ്ങോട്ടെങ്കിലും. എന്നാൽ അത് കേട്ടപ്പോൾ സുഹ്റയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇത്ത, നിങ്ങൾ പോവണ്ട. നിങ്ങളും കൂടി ഇവിടെ നിൽക്കേ. ഇക്കയുടെ കാര്യം എല്ലാം ഞാൻ ചെയ്തോളാം. വേണ്ട, ഞാൻ പോയിക്കോളാം. നിങ്ങൾ സുഖമായി ജീവിക്കേ. അല്ലിത്ത, പോവരുത്. നിങ്ങളും കൂടി ഇവിടെ നിന്നാലേ സന്തോഷമുള്ള ജീവിതം ഉണ്ടാവുകയുള്ളൂ. ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയുള്ളതെല്ലാം ചെയ്തോളാം. നിങ്ങൾ സുഖസുന്ദരമായി ഇവിടെ ജീവിച്ചോളൂ. നിങ്ങൾക്കുള്ളതും ഞാൻ ചെയ്യാം. ശരിക്കും അതാ ആ സഹ്റയുടെ മനസ്സിൻ്റെ ആ നന്മ കണ്ട് ജമീല വരെ ഞെട്ടിപ്പോയി. ആ പെണ്ണിനെ എത്രയൊക്കെ ആട്ടി ഓടിച്ചിട്ടും അവളുടെ മനസ്സ് കണ്ടില്ലേ. എന്നാൽ അതാ സഹീറിൻ്റെ കൂടെയുള്ള സുഹ്റയുടെ ജീവിതം തുടങ്ങി. പതുക്കെ പതുക്കെ അവളങ്ങ് സഹീറിനെ മാറ്റിയെടുക്കുവാൻ തുടങ്ങി. ഊണിലും ഉറക്കിലുമെല്ലാം സഹീറിനൊപ്പം. അതെ, അദ്ദേഹത്തിൻ്റെ ഓരോ സമയങ്ങളിലും കൂടെയുണ്ടായി. എപ്പോഴും അയാൾക്ക് ആശ്വാസവും തണലും താങ്ങുമായി അവൾ നിന്നു. എന്നാൽ പതുക്കെ പതുക്കെ സഹീർ പുതിയ ജീവിതത്തിലേക്ക് അതാ തിരിച്ചു വന്നു. അദ്ദേഹം എഴുന്നേറ്റിരുന്നു. അദ്ദേഹം നടക്കാൻ തുടങ്ങി. അപ്പോഴും താങ്ങും തണലുമായി സുഹ്റ കൂടെ നിന്നു. അവരുടെ സുഖസുന്ദരമായ ആ ഒരു ദാമ്പത്യ ജീവിതം അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞു. വൈകാതെ ആ ഒരു വാർത്ത തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ചെവിയിൽ അവൾ പറഞ്ഞു, ഇക്ക. എന്താടി? അതെ, നിങ്ങളൊരു ഉപ്പയാകാൻ പോകുന്നു. അത് കേട്ട് സഹീർ അവളെ
വാരിപ്പുണർന്നു കെട്ടിപ്പിടിച്ച് ഒരുപാട് ചുംബനങ്ങൾ അർപ്പിച്ചു. എൻ്റെ സുഹറ, നീയാണ് എൻ്റെ ജീവിതം ഈ നിലയിലാക്കിയത്. എന്നാൽ ജീവിതം തിരിച്ചു തന്നത് നീ തന്നെയാണ്. എന്നാൽ എനിക്കൊരു പിൻഗാമി കൂടെ നീ തരുന്നതും നീയാണെന്നറിഞ്ഞപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത പൊന്നുമോളെ, നിന്നെ പടച്ചവൻ രക്ഷിക്കും. കാരണം നീ ത്യാഗത്തിലൂടെ വളർന്നു വന്നവളാണ്. ത്യാഗം സഹിച്ചാണ് എൻ്റെ കൂടെ നിന്നത്. തൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ശരിക്കും സുഹറയുടെ കണ്ണുകൾ നിറഞ്ഞു. അതെ, സുഹറയും സഹീറും ഇന്ന് രണ്ടുപേരും ഒരു മാതാപിതാക്കളാകുവാൻ വേണ്ടി പോവുകയാണ്. കുഞ്ഞിൻ്റെ വളർച്ച അവൻ തൊട്ടറിഞ്ഞു, കണ്ടറിഞ്ഞു. അങ്ങനെയതാ അവൾക്ക് പ്രസവവേദന തുടങ്ങി മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ലേബർ റൂമിൻ്റെ അരികിൽ അതാ സഹീർ കാത്തിരിക്കുകയാണ് തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ വാങ്ങുവാൻ വേണ്ടിയിട്ട്. എന്നാൽ പെട്ടെന്ന് അതാ ജമീല കടന്നു വരുന്നു പുഞ്ചിരിച്ചുകൊണ്ട്. അപ്പോഴേക്കും സുഹറയുടെ കൂടെ സുഹറ പ്രസവിച്ചിരിക്കുന്നു കേട്ടോ, ആൺകുഞ്ഞാണ് എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ അതാ സിസ്റ്റർ കൊണ്ടുവരുമ്പോൾ ജമീല സന്തോഷത്തോടു കൂടി ആ കുഞ്ഞിനെ വാങ്ങി. അവൾ പൊട്ടിക്കരഞ്ഞു. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ അരികിൽ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇക്ക, അതെ, നിങ്ങൾ നല്ല ജീവിതം ജീവിക്കൂ, സുഖസുന്ദരമായി. എപ്പോഴും ഏതൊരവസരത്തിലും താങ്ങായും തണലായും നിൽക്കാൻ കഴിയുന്നവൾ സുഹറ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം സുഖസുന്ദരമായിരിക്കട്ടെ. സന്തോഷമായി ഈ കുഞ്ഞിനെ കണ്ട എനിക്ക്. എന്നാൽ അതാ അവളെ ലേബർ റൂമിൽ നിന്ന് പുറത്താക്കി റൂമിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ ജമീല പറഞ്ഞു, മോളെ സുഹറ, അതെ, ഇക്കയുടെ കൂടെ സന്തോഷത്തോടു കൂടി ജീവിക്കട്ടോ, രണ്ടുപേരും. എനിക്ക് സന്തോഷമായി മോളെ. എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഒരിക്കൽ പോലും എനിക്ക് ആ ഒരു അവസ്ഥയൊന്നും തരണം ചെയ്യാൻ കഴിയില്ല. ആരെയും നോക്കാനും വൃത്തിയാക്കാനൊന്നും എൻ്റെ അവസ്ഥ അതാണ്. ഇനിയും ഒരു പക്ഷേ ഇങ്ങനെയും പലതും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി വരില്ല. എന്നാൽ അത് കേട്ടപ്പോൾ അതാ സുഹറ അവരുടെ കൈകൾ പിടിച്ചു. ഇത്താ, നിങ്ങൾ പോവല്ലേ? നമുക്കെല്ലാവർക്കും സുഖസന്തോഷമായി ആ വീട്ടിൽ കഴിയാം. പോവല്ലേ? നിങ്ങളുണ്ടാകുന്നതാണ് എൻ്റെ സന്തോഷം. എന്നാൽ ജമീലയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ സുഹറയുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ, നീയാണ് യഥാർത്ഥ സ്നേഹമുള്ള പെണ്ണ്. നിനക്ക് ഇതിനെല്ലാം കഴിയൂ. പൊന്നുമോളെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ശല്യമായിട്ട് ഞാൻ ഉണ്ടാവില്ല. ഒരിക്കലും നിങ്ങൾ സുഖസുന്ദരമായി ജീവിക്കൂ. അങ്ങനെ അത് ജമീല അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവിടം വിട്ട് പോകുന്നു. സുഖത്തോടെയും സന്തോഷത്തോടു കൂടെയും സുഹറയുടെയും സഹീറിൻ്റെയും ജീവിതം കുഞ്ഞിനോടൊപ്പം വളരെയധികം സന്തോഷത്തോടു കൂടെ ആ തറവാട്ടിൽ അവർ കഴിഞ്ഞുകൂടി. എന്നാൽ കുഞ്ഞിനെ കൊഞ്ചിക്കുവാനും കാണുവാനും ഇടയ്ക്കിടെ ജമീലയും വന്നു. അതവർക്ക് ഏറ്റവും സന്തോഷമുള്ളതാക്കി അവരുടെ ജീവിതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.